ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു AZB അക്കാദമി. എൻ്റെ പേര് നിഖിൽ. അപ്പം AZB അക്കാദമി ആപ്പിൽ ജോഗ്രഫി ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ നമ്മളിന്ന് ഈ റീസെൻ്റായിട്ട് ചോദിച്ച കുറച്ച് ജോഗ്രഫിയുടെ ഭാഗത്ത് നിന്ന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇതിലാദ്യം തന്നെ ഇപ്പം നടക്കുന്ന എക്സാമുകളിലൊക്കെ നമ്മുടെ ജോഗ്രഫിയുടെ ഭാഗത്ത് നിന്ന് നദികളിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ കാണാറുണ്ട്. പ്രധാനമായിട്ടും ഉപദ്വീപീയ നദികൾ തന്നിട്ട് അതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളാണ് അധികവും കാണാറ്. അപ്പോൾ അതിൽ പോഷക നദികളൊക്കെ തരികയും അത് ഏത് നദിയുടേതാണെന്ന് കണ്ടെത്താനൊക്കെ ചോദിച്ചതായി കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ക്വസ്റ്റ്യനാണ് പറയുന്നത്, ഇന്ദ്രാവതി, ശബരി എന്നീ നദികൾ ഏത് ഉപദ്വീപീയ നദിയുടെ പോഷക നദികളാണ്? ഇന്ദ്രാവതി, ശബരി വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഇന്ദ്രാവതിയുടെ, ശബരി എന്നിവ ആരുടെയൊക്കെ പോഷക നദികളാണ് നോക്കാം. അപ്പോൾ നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പം ആദ്യം നമുക്ക് മഹാനദിയുടെ പോഷക നദിയാണോ ഇന്ദ്രാവതിയും ശബരിയും നോക്കാം. മഹാനദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ആരൊക്കെയാണ്? ഇബ് ഇല്ലേ, ഇബ് വരുന്നുണ്ട്, ടെല്ല് വരുന്നുണ്ട്, ഷിയോനാഥ്. ഇബ്, ടെല്ല്, ഷിയോനാഥ് എന്നിവ ആരുടെ പോഷക നദിയാണ്? മഹാനദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് ആരെ ഒഴിവാക്കാം? മഹാനദിയുടെ പോഷക നദിയല്ല ഇന്ദ്രാവതി, ശബരി എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ? അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ പോഷക നദി മഹാനദിയുടെ ഷിയോനാഥാണ്. ഫസ്റ്റ് പ്രൈവറ്റൈസ്ഡ് റിവർ ഇൻ ഇന്ത്യ ഏതാണ്? ഷിയോനാഥാണ് അല്ലേ? ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദിയാണ് ഷിയോനാഥ്. രണ്ടാമത് ഗോദാവരിയാണ് അല്ലേ? ഗോദാവരിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ഗോദാവരിയുടെ പോഷക നദികൾ ഒരുപാടുണ്ട്. അതിൽ വാർധ വരുന്നുണ്ട് അല്ലേ? വാർധ. വെയിൻഗംഗ വരുന്നുണ്ട്, വെയിൻഗംഗ. പ്രാൺഹിത വരുന്നുണ്ട്, പ്രാൺഹിത. പെൻഗംഗ വരുന്നുണ്ട്, പെൻഗംഗ. ഇന്ദ്രാവതി വരുന്നുണ്ട്, ഇന്ദ്രാവതി. ശബരി വരുന്നുണ്ട്, അതുപോലെ തന്നെ മഞ്ചീര വരുന്നുണ്ട്, മഞ്ചീര. ഇനി പറ, അപ്പം ഈ പറഞ്ഞ ഇന്ദ്രാവതിയും ശബരിയും ആരുടെ പോഷക നദികളാണ്? കണ്ടില്ലേ? വാർധ, വെയിൻഗംഗ, പ്രാൺഹിത, പെൻഗംഗ, ഇന്ദ്രാവതി, ശബരി, മഞ്ചീര ഇതൊക്കെ ആരുടെ പോഷക നദികളാണ്? നമ്മുടെ ഗോദാവരിയുടെ പോഷക നദികളാണ്. നമ്മുടെ ഓപ്ഷനിൽ വന്ന ആരാ? ഇന്ദ്രാവതി, ശബരി എന്നിവ ആരുടെ പോഷക നദികൾ എന്നല്ലേ ചോദിച്ചു? ഇന്ദ്രാവതിയും ശബരിയും. അപ്പോൾ ഇവിടെ നമ്മൾ വന്നിട്ടുണ്ട്, ഇന്ദ്രാവതി വന്നിട്ടുണ്ട്, ശബരി വന്നിട്ടുണ്ട്. ഇത് ആരുടെ പോഷക നദിയാണ്? ഗോദാവരിയുടെ പോഷക നദികളാണെന്നറിയാലേ. ഇനി നമുക്ക് പറഞ്ഞ ജസ്റ്റ് കൃഷ്ണയുടെ കൂടെ ഒന്ന് നോക്കാം. കൃഷ്ണയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് കൊയ്ന, ഘട്ടപ്രഭ, മല്ലപ്രഭ, തുംഗഭദ്ര, ഭീമ, മുസി. ഇതൊക്കെ ആരുടെ പോഷക നദികളാണ്? നമ്മുടെ കൃഷ്ണയുടെ പോഷക നദികളാണ്. ഓക്കെ ആണല്ലോ. താപ്തിയുടെ പോഷക നദികളാണ് ഏതൊക്കെ? സുഖി, ഘിർണ, അനർ, അരുണാവതി. ഇതൊക്കെ ആരുടെ പോഷക നദികളാണ്? നമ്മുടെ താപ്തിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ്. അപ്പോൾ ഇതിന് നമ്മുടെ ഉത്തരം ഏതാണ്? ഒന്നാമത്തെ ഉത്തരമാണ് ഗോദാവരി എന്നാണ് നമ്മുടെ ഉത്തരം അല്ലേ? ഗോദാവരി. അപ്പം ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഇന്ദ്രാവതി, ശബരി എന്നിവ ആരുടെ പോഷക നദികളാണ്? ഗോദാവരിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ഇന്ദ്രാവതിയും ശബരിയും. ക്ലിയർ. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അധികവും കാണുന്നൊരു ചോദ്യമാണ് ജലപാതകളുമായി ബന്ധപ്പെട്ടല്ലേ. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത് പേരിൽ അറിയപ്പെടുന്നു അല്ലേ? പശ്ചിമതീര കനാൽ, വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്ന ഒരു ചോദ്യം വഴിയിൽ തന്നെ ഉണ്ട്. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്ന ഏതാണ്? നമ്മുടെ കേരളത്തിലൂടെ കടന്നു പോകുന്ന പ്രധാന ദേശീയപാതയാണ്. അപ്പം കൊല്ലം മുതൽ ഏത് വരെയാണ്? കോട്ടപ്പുറം വരെയാണ് അല്ലേ? നോക്കാം നമുക്ക്. ഇതിലെ NW1 ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്ന സ്ഥലം ഏതാ? ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്ന സ്ഥലമാണ് അലഹബാദ് ടു ഹാൽഡിയയാണ്. അപ്പോൾ ഇത് ഓർമ്മിക്കാൻ ഞാൻ നിങ്ങൾക്ക് ഒരു കോഡ് പറയാം. ഈ കോഡൊന്ന് പഠിച്ചേ. നമ്മുടെ കോഡ് ഇതാണ്. ആഹ, സാധാ, കൊക്കോ, പോക്ക, താട, ബാല. ഈ കോഡ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടി. സാധാ, കൊക്കോ, പോക്ക, താട, ബാല. ഇതാണ് നമ്മുടെ കോഡ്. ഈ ഒരു കോഡ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ 6 നാഷണൽ വാട്ടർവേസ് നിങ്ങൾക്ക് ബന്ധിപ്പിക്കാൻ പറ്റും. ഇതാ ഒന്നാമത്തെ 2 സാധാ,
3 കൊക്കോ, 4 പോക്ക, 5 താട, 6 ബാല. അപ്പോൾ ഇതിൽ ഈ കോഡ് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? ആഹ NW1 ബന്ധിപ്പിക്കുന്ന സ്ഥലമാണ് ആഹ. അപ്പം ആഹ എന്നതിൽ നിന്ന് നമുക്ക് എന്തെടുക്കാം? അലഹബാദ് ടു ഹാൽഡിയ. അത് കണക്ട് ചെയ്യാനാണ് നമ്മൾ ആഹ എന്ന് പറഞ്ഞതിലെ അലഹബാദ് ടു ഹാൽഡിയ. രണ്ടാമത്തെ നോക്കാം നമുക്ക്. സാദ എന്നല്ലേ പറഞ്ഞത്? ആ സായിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്യേണ്ട സ്ഥലപ്പേരാണ് സാദിയ. സാദിയ. സാദിയ ടു ദായെ ഒന്ന് മാറ്റിക്കൊടുത്ത് ദു എന്നാക്കി കഴിഞ്ഞാൽ സാദിയ ടു ദുബ്രി എന്ന് കിട്ടും. സാദിയ ടു ദുബ്രി. മൂന്നാമത് നമ്മൾ കൊക്കോ എന്നല്ലേ പറഞ്ഞത്? ആ കോയിൽ നിന്നും നമുക്ക് എടുക്കേണ്ട സ്ഥലം എന്താ? കൊല്ലമാണ്. കൊല്ലം ടു കോട്ടപ്പുറം വരെ ആയിരുന്നു കേട്ടോ. തൃശ്ശൂരിലുള്ള കോട്ടപ്പുറം വരെ ആയിരുന്നു. ഇപ്പം അത് എക്സ്റ്റെൻഡ് ചെയ്ത് എന്ത് വരെ എത്തിച്ചിട്ടുണ്ട്? കോഴിക്കോട് വരെ എത്തിച്ചിട്ടുണ്ട്. അവൻ 2 ആയിക്കഴിഞ്ഞാലും കൊക്കോ എന്ന് പറഞ്ഞാൽ എന്ത് ചേരും? കൊല്ലം ടു കോട്ടപ്പുറമാണെങ്കിലും കൊല്ലം ടു കോഴിക്കോടാണെങ്കിലും കൊക്കോ ചേരും. അപ്പം നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയില്ലേ? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ദേശീയ ജലപാത ഏതാണ്? NW3 ആണ്. NW3 ആണ് അല്ലേ? അടുത്തത് നാലാമത് നമുക്ക് നോക്കാം. എന്തായാലും 4 വന്നിട്ടുണ്ടല്ലോ, 4 കൂടി നമുക്ക് നോക്കാം. പോക്ക എന്നാണ് പറഞ്ഞത്. ആ പോയിൽ നിന്നും ഓർമ്മിക്കേണ്ട സ്ഥലപ്പേരാണ് പോണ്ടിച്ചേരി. പോണ്ടിച്ചേരിനെ ഇപ്പം നമ്മൾ പുതുച്ചേരി എന്ന് പറയും. നമുക്ക് തൽക്കാലം കോഡ് പ്രകാരം പോണ്ടിച്ചേരി എന്ന് തന്നെ പഠിക്കാം. പോണ്ടിച്ചേരി ടു കായിൽ നിന്നും ഓർമ്മിക്കേണ്ട സ്ഥലമാണ് കാക്കിനട. പോക്ക. പോണ്ടിച്ചേരി ടു കാക്കിനട അല്ലെങ്കിൽ പുതുച്ചേരി ടു കാക്കിനട. 4 കിട്ടി. ഇനി നമുക്ക് ഇതും കൂടി നോക്കിക്കളയാം. 5 താട എന്നല്ലേ പറഞ്ഞത്? ആ തായിൽ നിന്നും NW5 നോക്കാം. NW5 തായിൽ നിന്നും ഏതാ വരുന്നത്? താൽച്ചർ ആണ്. താൽച്ചർ. താൽച്ചർ ടു ദാ എന്നുള്ളത് ദാംറ. താൽച്ചർ ടു ദാംറ. 6 ബാല എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? 6 ബാല. ആ ബായിൽ നിന്നും ഓർമ്മിക്കേണ്ട സ്ഥലപ്പേരാണ് ഭാങ്ക ടു ലക്കിപ്പോര്. ഭാങ്ക ടു ലക്കിപ്പോർ. ഇതാണ് 6 നാഷണൽ വാട്ടർവേസ് പ്രധാനപ്പെട്ടത്. അപ്പോൾ ഇതിൽ സ്ഥിരം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പം ഇതിൽ വരുന്ന ഏതാണ്? NW3 ആണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ആൻസർ അല്ലേ? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ദേശീയ ജലപാത ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇതാണ് NW3 ആണ്. കൊല്ലം ടു കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ദേശീയ ജലപാത NW3 കിട്ടിയല്ലോ. അടുത്ത നോക്കാം നമുക്ക്. അടുത്തതാണ് ഡോക്ടർ. ആദ്യമേ നമ്മൾ പഴയ പ്രീവിയസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ്? അപ്പോൾ ഇതിൽ കൊടുത്തതൊക്കെ പ്രാദേശികവാദങ്ങളാണ് അല്ലേ? പ്രാദേശികവാദം എന്ന് വെച്ചാൽ എന്താ? ഒരു പ്രദേശത്ത് മാത്രം വീശുന്ന കാറ്റുകളാണ്. കാറ്റുകളെ പ്രധാനമായിട്ടും 4 ആയിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണ് 4 തരം കാറ്റുകൾ? സ്ഥിരവാദങ്ങൾ, അസ്ഥിരവാദങ്ങൾ, കാലികവാദങ്ങൾ, പ്രാദേശികവാദം. സ്ഥിരവാദം എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥിരവാദം എന്ന് വെച്ചാൽ വർഷം മുഴുവൻ ഒരേ ദിശയിലും ഒരേ വേഗതയിലും വീശുന്ന കാറ്റുകളെ സ്ഥിരവാദങ്ങൾ എന്ന് പറയും. അസ്ഥിരവാദം എന്ന് വെച്ചാൽ പെട്ടെന്നുണ്ടാകുന്ന മർദ്ദവ്യത്യാസത്തിൻ്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന കാറ്റുകളാണ് അസ്ഥിരവാദങ്ങൾ. കാലികവാദം എന്ന് വെച്ചാൽ കാലം, ഋതു, സമയം എന്നിവ മാറുന്നതിനനുസരിച്ച് ദിശ മാറി വീശുന്ന കാറ്റുകളാണ് കാലികവാദം. പ്രാദേശികവാദം എന്ന് വെച്ചാൽ ഒരു പ്രദേശത്ത് മാത്രം അനുഭവപ്പെടുന്ന കാറ്റുകളെ പ്രാദേശികവാദം അഥവാ ലോക്കൽ വിൻഡ് എന്ന് പറയും. അപ്പോൾ ഇതിലെ നമുക്ക് ചോദ്യം എന്താണ്? ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതല്ലേ? അതിൽ നോക്കാം ഏതാണ് ആൻസർ വരിക. ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ലു എന്താ? ഉത്തരേന്ത്യയിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലു എന്ന് വിളിക്കുന്നത് അല്ലേ? ഇപ്പം ലുവിനെ നമ്മൾ ഡോക്ടർ എന്നൊന്നും വിളിക്കുന്നില്ല. ലു അല്ല. ഫൊൻ എന്താണ്? ഫൊന്ന് യൂറോപ്പിലെ ആൽസ് പർവ്വതനിരയുടെ വടക്കൻ ചെരുവിൽ വീശുന്ന ഉഷ്ണക്കാറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫൊൻ എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ചിനൂക്കിൻ്റെ മീനിങ് എന്താ? ഫൊന്നും അല്ല നമുക്ക് ഉറപ്പിക്കാമല്ലോ. ചിനൂക്കിൻ്റെ മീനിങ് മഞ്ഞു തിന്നുന്നവൻ എന്നറിയപ്പെടുന്ന കാറ്റാണ് ആര്? ചിനൂക്ക്. മഞ്ഞു തിന്നുന്നവൻ അല്ലേ? മഞ്ഞു തിന്നുന്നവൻ എന്നറിയപ്പെടുന്ന കാറ്റാണ് ചിനൂക്ക്. കാരണം വടക്കേ അമേരിക്കയുടെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിൽ വീശുന്ന എന്താണ് കാറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ചിനൂക്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ കാറ്റ് വീശുന്ന സമയത്ത് അവിടുത്തെ മഞ്ഞുരുകുന്ന റോക്കി പർവ്വതനിരയിലെ മഞ്ഞ് ഉരുകിപ്പോകുന്നത് കൊണ്ടാണ് അതിനെ മഞ്ഞു തിന്നുന്നവൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹർമാറ്റൻ അറിയപ്പെടുന്ന പേരെന്താണ്? ഡോക്ടർ എന്നറിയപ്പെടുന്ന ഒരു കാറ്റാണ് ഹർമാറ്റൻ. എന്തുകൊണ്ടാണ് ഡോക്ടർ എന്നറിയപ്പെടുന്നതിനുള്ള കാരണം ഈ കാറ്റ് വീശുമ്പോൾ അന്തരീക്ഷത്തിലെ അസുഖകരമായ പൊടിപടലങ്ങളെ നീക്കം ചെയ്യുന്നത് കൊണ്ട് ജനങ്ങൾ ആ കാറ്റിനെ സ്നേഹപൂർവ്വം വിളിച്ച പേരാണ് ഡോക്ടർ. അപ്പം ഡോക്ടർ എന്നറിയപ്പെടുന്ന കാറ്റ് ഏതാണ്? അത് ഹർമാറ്റനാണ് ഡോക്ടർ എന്നറിയപ്പെടുന്ന കാറ്റ്. ക്ലിയർ അല്ലേ? അപ്പം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്രാനൈറ്റ് ഏതുതരം ശിലകൾക്ക് ഉദാഹരണമാണ്? വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഗ്രാനൈറ്റ് ഏതുതരം ശിലകൾക്ക് ഉദാഹരണമാണ്? അപ്പം നമുക്ക് 3 തരം ശിലകളാണ് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് അല്ലേ? ഏതൊക്കെയാണ്? ആഗ്നേയശില, അവസാദശില, കായാന്തരിത ശില. ഇങ്ങനെ 3 തരം ശിലകളുണ്ട്. ആഗ്നേയം, അവസാദം, കായാന്തരിത ശില അല്ലേ? അപ്പം ഗ്രാനൈറ്റ് ഏതുതരം ശില എന്നല്ലേ ചോദിക്കുന്നത്. അപ്പം കായാന്തരിത ശില എന്ന് പറഞ്ഞാൽ ആണോ ഗ്രാനൈറ്റ് കായാന്തരിത ശിലയാണോ? കായാന്തരിത ശില എന്ന് പറഞ്ഞാൽ എന്താണ്? ആഗ്നേയ ശിലകൾക്കും അവസാദ ശിലകൾക്കും രൂപമാറ്റം സംഭവിച്ചുണ്ടാകുന്ന ശിലയാണ് കായാന്തരിത ശില. മെയിൻ എക്സാമ്പിൾ അതിന് വരുന്നത് മാർബിളും സ്ലേറ്റൊക്കെയാണ് കായാന്തരിത ശിലയുടെ എക്സാമ്പിളായിട്ട് വരുന്നത്. അപ്പം കായാന്തരിത ശിലയല്ല ഗ്രാനൈറ്റ് എന്ന് വ്യക്തം. അവസാദ ശിലയാണോ ഗ്രാനൈറ്റ്? അവസാദ ശില എന്ന് പറഞ്ഞാൽ എന്താ? ആഗ്നേയ ശിലകൾക്ക് അപക്ഷയം സംഭവിക്കുകയാണ് അല്ലേ? അതായത് കല്ലുകൾക്ക് പൊടിയുകയും ആ പൊടിഞ്ഞ കല്ലിൻ്റെ അവശിഷ്ടങ്ങൾ ഏതെങ്കിലും ഒരു താഴ്ന്ന പ്രദേശങ്ങളിൽ അടിഞ്ഞുകൂടി രൂപം കൊള്ളുന്ന ശിലയാണ് അവസാദ ശില. അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ് ഏതൊക്കെ? ചുണ്ണാമ്പ് കല്ല്, ചോക്ക്, കൽക്കരി, പെട്രോളിയം, ഡയറ്റോമൈറ്റ്. ഇതൊക്കെ ഏതാണ്? അത് നമ്മുടെ അവസാദ ശിലകളാണ്. മണൽക്കല്ല് അല്ലേ? ഏതൊക്കെയാണ് വരുന്നത്? കളിമണ്ണ്, മണൽക്കല്ല്, എക്കൽക്കല്ല്, അതുപോലെ തന്നെ എന്താണ് ലോയിസ്, ചക്കരപ്പാറ. ഇതൊക്കെ എന്താണ്? നമ്മുടെ അവസാദ ശിലകളാണ്. പിന്നെ വരുന്നുണ്ട് എന്താണ്? കല്ലുപ്പ്, ജിപ്സം, ജെർട്ട്, ഹാലൈറ്റ്, പൊട്ടാഷ്, കൽക്കരി, ചോക്ക്, ചുണ്ണാമ്പ് കല്ല്, വഴുപ്പറ്റ്, പെട്രോളിയം, ഡയറ്റോമൈറ്റ്. ഇതൊക്കെ അവസാദ ശിലകളാണ്. അപ്പം ഗ്രാനൈറ്റ് ഒരു അവസാദ ശിലയല്ല. ഇനി അടുത്ത ചോദ്യം, ഗ്രാനൈറ്റ് ആഗ്നേയ ശിലയാണോ? അതെ, ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആഗ്നേയ ശിലയാണ്. ഗ്രാനൈറ്റ് ഒരു ആഗ്നേയ ശിലയാണ്. അപ്പോൾ എന്താ ആഗ്നേയ ശില? അഗ്നിപർവ്വത സ്ഫോടന ഫലമായുണ്ടാകുന്ന ഉരുകിയ ധാതുലായനി അഥവാ ശിലാദ്രവം എന്താണ്? തണുത്തുറഞ്ഞ് ഒന്നുകിൽ ഭൂമിക്കുള്ളിൽ വെച്ചോ അല്ലെങ്കിൽ ഭൂമിക്ക് പുറത്തു വെച്ചോ തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്ന ശിലയെ വിളിക്കുന്ന പേരാണ് ആഗ്നേയശില. അപ്പോൾ ആഗ്നേയശില എന്ന് പറഞ്ഞാൽ അഗ്നിപർവ്വത സ്ഫോടന ഫലമായിട്ടുണ്ടാകുന്ന ഉരുകിയ ധാതുലായനി ക്രിസ്റ്റലീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് രൂപം കൊള്ളുന്ന ശിലയാണ് നമ്മൾ എന്ത് വിളിക്കുന്ന? ആഗ്നേയശില. അപ്പോൾ ആഗ്നേയശിലകളുടെ എക്സാമ്പിളാണ് ഗ്രാനൈറ്റ്, ബസാൾട്ട്. ഇതൊക്കെ ആഗ്നേയശിലകളാണ്. ഇത് മാത്രമല്ല, ഗ്രാനൈറ്റ് ഉണ്ട്, ഡയോറൈറ്റ് ഉണ്ട്, ഡോളറൈറ്റ് ഉണ്ട്, ഡോളമൈറ്റ്, ബാത്തോലിത്ത്, ലാക്കോലിത്ത്, ലാപ്പോലിത്ത്, പാക്കോലിത്ത്, സില്ലി, സ്റ്റോക്ക്, ഡൈക്കെ, ഗ്യാബ്രോ, ബസാൾട്ട്, പ്യൂമിസ്, ടഫ്, സ്കോറിയ. അപ്പോൾ ഇതൊക്കെ എന്താണ്? ആഗ്നേയശിലകളാണ്. അപ്പോൾ നമ്മുടെ ചോദ്യം ഗ്രാനൈറ്റ് ഏതുതരം ശില എന്നാണ്. ഗ്രാനൈറ്റ് ഏതുതരം ശിലയാണ്? ഗ്രാനൈറ്റ് ഒരു ആഗ്നേയ ശിലയ്ക്ക് ഉദാഹരണമാണെന്ന് ഓർമ്മിച്ച് വെക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കുക. നമ്മളുടെ AZB അക്കാദമിയിൽ പുതിയൊരു ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ലക്ഷ്യം 2.0 എന്ന് പറയുന്ന ബാച്ചാണ്. അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. എല്ലാ എക്സാമുകൾക്കും വേണ്ട, 10th ലെവൽ ആയിക്കോട്ടെ, 12th ലെവൽ ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ട എല്ലാ ക്ലാസ്സുകളും അതേപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയലുകളും നമുക്ക് ഈ ഒരു ആപ്പിൽ അവൈലബിൾ ആണ്. അത് Day 1 Day 2 എന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ. അപ്പം Day 1 ഓരോ ദിവസവും പഠിക്കേണ്ട ടൈം ടേബിൾ കൃത്യമായിട്ട് നൽകുകയും അതനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും നൽകുകയും അന്ന് തന്നെ ആ പഠിച്ച ഭാഗം നിങ്ങൾക്ക് എന്താണ് എക്സാം നടത്തുന്നതാണ്. ആ പഠിച്ച അന്ന് തന്നെ അതിൻ്റെ എക്സാമും കാര്യങ്ങളും നടത്തുന്നതാണ്. Day 2 അതുപോലെ തന്നെ Day 1 പഠിക്കാൻ തരുന്നു. അതേപോലെ Day 2 Day 3 എന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. അവസാനം Day 5 എത്തുന്ന സമയത്ത് Day 5 ഇതിൻ്റെ എന്താണ് മെഗാ എക്സാമാണ്. ഈ 4 ദിവസവും നടന്ന എക്സാമിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളും കാര്യങ്ങളുമായിട്ടാണ് പോകുന്നത്. കൃത്യമായിട്ടുള്ള മെൻറ്റർഷിപ്പോട് കൂടിയാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. അപ്പം ഇതിൽ കൃത്യമായി നമുക്ക് എന്താണ് ലൈവ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ലൈവ് ക്ലാസ്സുകളുണ്ട്, അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ എന്താണ് പേഴ്സണൽ ഗൈഡൻസ്, ഒരു മെൻറ്ററുടെ സഹായം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. പിന്നെ സ്റ്റഡി നോട്ട്സ്, അതുപോലെ തന്നെ ഡീപ്പ് സ്റ്റഡി കൺസെപ്റ്റ്, ന്യൂ പാറ്റേൺ ടെസ്റ്റുകൾ. അപ്പോൾ ഈ PSC ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന പുതിയ രീതിയിലുള്ള ചോദ്യങ്ങളും അത്തരത്തിലുള്ള എക്സാമുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ കോഴ്സ് ഫീ എന്ന് പറയുന്നത് 5000 ആണ്. അപ്പം ഇതിൽ ഓഫറുകളും കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾ ഇവിടെ കാണുന്ന മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ കോൺടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെടുക. കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം. PSC, SSC, RRB, കേട്ടറ്റ് തുടങ്ങിയ എക്സാമുകളിലേക്കും ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം കൂടുതൽ വിവരങ്ങൾ അറിയാനും ജോയിൻ ചെയ്യാനും വേണ്ടിയിട്ട് നിങ്ങൾ താഴെ കാണുന്ന മുകളിൽ കൊടുത്തിട്ടുള്ള ഈ നമ്പറിൽ ബന്ധപ്പെടുക.